ആൽവിൻ മാലയിൽ കൈവച്ച് കണ്ണുകൾ അടച്ചു നിന്നു. തന്നിലേക്ക് എന്തോ ഒരു ശക്തി വരുന്നതായി ആൽവിൻ അറിഞ്ഞു. എലീന അപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. നഥാനും കാതറിനും മെല്ലെ നടന്ന് പള്ളിയുടെ അടുത്തെത്തി. പള്ളിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അവർ അത് തള്ളി നോക്കി. അകത്ത് നിന്ന് അടച്ചിരിക്കുകയാണെന്ന് നഥാന് മനസ്സിലായി. തള്ളി തുറക്കാൻ ശ്രമിച്ചാൽ അവർ ഒരുപാട് പേരുണ്ട്. ഈ കാറ്റിൽ തങ്ങളുടെ ശബ്ദം പുറത്തു കേൾക്കില്ല. അവർ തങ്ങളെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചെന്നും വരാം. എടുത്തു ചാടുന്നത് മണ്ടത്തരമാണെന്ന് നഥാന് തോന്നി. അവർ വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് നോക്കണം. നീ ഇവിടെ നിൽക്ക്, നഥാൻ കാതറിനോട് മെല്ലെ പറഞ്ഞു. എന്നിട്ട് അവൻ പള്ളിയുടെ ഒരു സൈഡിലേക്ക് നടന്നു. ജനലിൽ കൂടി നോക്കി. മഞ്ഞ് വീണ് ജനൽ ചില്ലുകളിൽ വെള്ളം പറ്റിപ്പിടിച്ച് കിടന്നിരുന്നു. നഥാൻ കൈകൊണ്ട് തുടച്ചു നോക്കി. അവ്യക്തമായി ആരൊക്കെയോ പരസ്പരം ചുംബിക്കുന്നത് നഥാൻ കണ്ടു. അമിത ലൈംഗികത അവരുടെ ഒരു പ്രാർത്ഥനാ രീതിയാണ്. നഥാൻ ഓർമ്മ വന്നു. രാത്രിയുടെ യാമങ്ങൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. ചാപ്പലിൽ എപ്പോഴോ ഉറക്കം ലക്കിയെയും ജാനറ്റിനെയും കീഴ്പ്പെടുത്തിയിരുന്നു. പള്ളിക്കകത്ത് മെഴുകുതിരി വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എസ്തറിന്റെ വലിയൊരു ചിത്രത്തിന് മുൻപിൽ ഒരു പീഠമുണ്ടായിരുന്നു. അതിൽ ചില പാത്രങ്ങളിൽ രക്തം നിറച്ചു വച്ചിരുന്നു. കറുത്ത മെഴുകുതിരിയുടെ തീനാളങ്ങൾ കാറ്റിൽ ആടി ഉലയുന്നുണ്ടായിരുന്നു. കറുത്ത നിറമടിച്ച കുരിശുകൾ തലകുത്തനെ നിർത്തി ചിലർ അതിൽ രക്തമൊഴിച്ചുകൊണ്ടിരുന്നു. ആൽവിൻ, എലീന മദ്യലഹരിയിൽ നിന്നിരുന്ന ആൽവിന്റെ കയ്യിൽ രക്തം നിറച്ച കോപ്പ നൽകി. ഇത് നീ ഇത്രയും നാൾ വിശ്വസിച്ചിരുന്ന ഈ പുസ്തകത്തിൽ മേലൊഴിക്കൂ. ഇനി നിന്റെ വഴികാട്ടി സാത്താനാണ്. സാത്താൻ ജയിക്കട്ടെ, അവൾ ഉറക്കെ പറഞ്ഞു. സാത്താൻ ജയിക്കട്ടെ, സാത്താൻ ജയിക്കട്ടെ. അവിടെയുള്ളവർ ആർത്തു വിളിച്ചു. തിന്മ വിജയിക്കട്ടെ, എലീന ഉറക്കെ പറഞ്ഞു. തിന്മ വിജയിക്കട്ടെ, തിന്മ വിജയിക്കട്ടെ. ഏതന്റെ രക്തം നമ്മൾ ബലി കൊടുക്കട്ടെ, ബലി കൊടുക്കട്ടെ, കൂടെയുള്ളവർ ഉറക്കെ പറഞ്ഞു. ഒഴിക്കൂ ആൽവിൻ, നീ സാത്താന് പ്രിയപ്പെട്ടവനാകുന്നു. ഇന്നീ ബലി കഴിഞ്ഞാൽ ആൽവിൻ, നിന്റെ ആഗ്രഹം സഫലമാകും. ആൽവിൻ എലീനെ നോക്കി ചിരിച്ചുകൊണ്ട് പീഠത്തിന്മേലിരുന്ന ദൈവത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുകളിലേക്ക് രക്തമൊഴിച്ചു. ബലി കൊടുക്കാനുള്ളവളെ കൊണ്ടുവരൂ, എലീന കുറച്ചുപേരോട് പറഞ്ഞു. അവർ പള്ളിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് കാതറിൻ ചെടികളുടെ ഇടയിലേക്ക് മാറി നിന്നു. അവർ പുറത്തിറങ്ങി നടന്നു. അപ്പോഴേക്കും നഥാൻ അവിടേക്ക് വന്നു. കുറച്ചിടവിട്ട് അവർക്ക് പിന്നാലെ നഥാനും കാതറിനും നടന്നു. ഇരുട്ടിനെ വകഞ്ഞു മാറ്റി അവർ പോകുന്നത് കോളേജിന് നേരെയാണെന്ന് നഥാനും കാതറിനും മനസ്സിലായി. ഇവരെന്തിനാ കോളേജിലേക്ക് പോകുന്നത്? നഥാൻ ആലോചിച്ചു. കുറച്ചുപേരെ കോളേജിന് മുന്നിൽ നിർത്തിയിട്ട് 3 പേർ അകത്തേക്ക് പോയി. പുറത്ത് ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് നഥാനും കാതറിനും മാറി നിന്നവരെ വീക്ഷിച്ചു. ആരുടെയോ കാലൊച്ച കേട്ടപ്പോൾ ലക്കി കണ്ണു തുറന്നു. തന്റെ ചുമലിലേക്ക് ചാരിക്കിടന്നിരുന്ന ജാനറ്റിനെ ലക്കി നോക്കി. ജാനറ്റ്, ജാനറ്റ്, അവൻ വിളിച്ചു. അവൾ കണ്ണു തുറന്നു. ആരോ വരുന്നുണ്ട്. ലക്കി അടുത്തിരുന്ന ഒരു മരക്കുരിശെടുത്ത് കൈ പിടിച്ചു. വായോ, അവൻ ജാനറ്റിനെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ രക്ഷപ്പെടുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. അവൻ വാതിലിനപ്പുറം നിന്നു. അവർ വാതിൽ തുറന്നത് ലക്കി അറിഞ്ഞു. അവൻ മരക്കുരിശ് മുറുകെ പിടിച്ചു. വാതിൽ തുറന്ന് അവർ അകത്ത് കയറിയതും അവൻ മരക്കുരിശുകൊണ്ട് ഒരാളുടെ തലയ്ക്കടിച്ചു. അയാൾ വീണപ്പോൾ ബാക്കി 2 പേർ ലക്കിയെ പിടിക്കുവാൻ വന്നതും അവൻ ഒരാളെ ചവിട്ടിയിട്ടു. മറ്റൊരാളെ ജാനറ്റ് തന്റെ സർവ്വശക്തിയും എടുത്ത് തള്ളി. വാ ജാനറ്റ്! ലക്കി അവളുടെ കൈ പിടിച്ച് പുറത്തേക്കോടി. പിടിക്കവരെ! ചാപ്പലിൽ വന്നവരിൽ ഒരുത്തൻ അലറി. ലക്കിയും ജാനറ്റും കോളേജിന്റെ പടികളിറങ്ങി ചെന്നത് പുറത്തു നിന്നവരുടെ അടുത്തേക്കായിരുന്നു. അവർ ജാനറ്റിനെയും ലക്കിയെയും വളഞ്ഞു. ലക്കി, ജാനറ്റ്, നഥാൻ പറഞ്ഞു. പിടിക്കടോ അവരെ! ഒരുത്തൻ പറഞ്ഞപ്പോൾ എല്ലാവരും അവർക്ക് നേരെ ചെന്നു. ലക്കി! നഥാൻ അവിടേക്ക് ഓടി വന്നു. നഥാ! ലക്കി നഥാനെ നോക്കി. ലക്കിയെ പിടിച്ചവനെ നഥാൻ ചവിട്ടിത്തെറിപ്പിച്ചു. 2 പേർ ജാനറ്റിനെ പിടിച്ചു വലിച്ചു. കാതറിൻ അവർക്ക് നേരെ ചെന്ന് അവരിൽ ഒരുത്തന്റെ കഴുത്തിൽ പിടിച്ചുന്തിക്കൊണ്ടുപോയി കോളേജിന്റെ ചുമരിൽ ചേർത്തു പിടിച്ചു. നഥാൻ ഒരുത്തന്റെ കാലിൽ പിടിച്ചു വലിച്ച് നിലത്തിട്ട് ചവിട്ടി. ബോധം പോയപ്പോൾ കാതറിൻ അവനെ നിലത്തിട്ട് ജാനറ്റിന്റെ അടുത്തേക്ക് വന്നു. നേരം കടന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ എലീന പള്ളിയുടെ വാതിൽക്കൽ വന്നു. എലീന, എന്തുപറ്റി?
നമ്മുടെ പ്രാർത്ഥന മുടങ്ങിയിരിക്കുന്നു ആൽവിൻ. മുടങ്ങിയെന്നോ? യെസ്. അല്ലെങ്കിൽ ഇത്ര നേരമായി ബലി കൊടുക്കാനുള്ളവളെ കൊണ്ടുവരാൻ പോയവർ എന്തുകൊണ്ടെത്തിയില്ല? എലീന ദേഷ്യത്തോടെ ആൽവിനെ നോക്കി. നമുക്ക് പോയി നോക്കാം. ആൽവിൻ പുറത്തിറങ്ങി, ഒപ്പം എലീനയും. കോളേജിനടുത്തേക്ക് നടക്കുമ്പോഴാണ് അവിടെ നടക്കുന്ന സംഘടനം അവർ കണ്ടത്. ജാനറ്റ് അല്ലേ അത്? ആൽവിൻ പറഞ്ഞു. അവളെയാ ഞാൻ ബലിയായി കണ്ടത്. പ്രാർത്ഥന മുടങ്ങി, ബലി മുടങ്ങി. ഇതിന്റെ പ്രത്യാഘാതം എന്താകുമെന്ന് എനിക്കറിയില്ല ആൽവിൻ. അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചു. എലീന! എലീനയുടെ ശരീരം തളരുന്നത് ആൽവിൻ അറിഞ്ഞു. എലീന! ബോധം മറഞ്ഞ എലീനയെ ആൽവിൻ എടുത്തു. ജോബിൻ ബംഗ്ലാവിലേക്ക് ഓടിക്കയറി. ജോബിനെ കണ്ടതും ജാനറ്റ് ഓടിച്ചെന്ന് ജോബിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ചേട്ടാ, എന്തോരം പേടിച്ചെന്നറിയുമോ എന്റെ മോളെ കാണാതെ? ജാനറ്റ് കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിച്ചു. ഇല്ല മോളെ, കരയില്ലേ. അപ്പച്ചനും അമ്മച്ചിയും മോളെ കാത്തിരിക്കുക. മോള് കരയില്ലേ? ജോബിൻ നഥാനെയും ലക്കിയെയും നോക്കി. ജാനറ്റിനെ വിട്ട് ജോബിൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കൈ പിടിച്ച് കരഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്. ഏയ്, എന്താ ജോബിൻ ഇത്? നഥാൻ അവനെ ആശ്വസിപ്പിച്ചു. എടോ, അനിയത്തിയെ കിട്ടിയില്ലേ, ഇനി കരയല്ലേ. അവളെയും കൂട്ടി വേഗം വീട്ടിൽ പോ. അവിടെ അപ്പച്ചനും അമ്മച്ചിയില്ലേ? നഥ, ഞാൻ ഇവരെ വീട്ടിലാക്കി വരാം, ലക്കി പറഞ്ഞു. ഓക്കെടാ. അവർ പോയപ്പോൾ നഥാൻ കാദറിനെ നോക്കി. നീ വല്ല കരാട്ടയും കുംഫും പഠിച്ചിട്ടുണ്ടോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. അത് നന്നായി, അല്ലെങ്കിൽ എന്റെ തടി കേടായനെ. നഥാൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ പ്രാർത്ഥനയും ബലിയും മുടങ്ങി. ജാനറ്റിനെ കിട്ടി, ലക്കിയെ കണ്ടെത്തി. നഥാന്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ കാദറിൻ ചിരിച്ചു. ഇനി അങ്ങോട്ട് കുഴഞ്ഞു മറിയാൻ പോകുന്ന തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചറിയാതെ. അന്നേരമാണ് ആൽവിൻ അവിടേക്ക് കയറി വന്നത്. പ്രാർത്ഥന മുടങ്ങിയ ദേഷ്യത്തോടെ വന്ന ആൽവിൻ കാതറീനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നഥാനെ കൂടി കണ്ടപ്പോൾ തന്റെ ദേഷ്യം ഇരട്ടിച്ച പോലെ അവന് തോന്നി. നഥ! അവൻ ഉറക്കെ വിളിച്ചു. നീയോ? നഥാൻ കാതറിനെ വിട്ടുമാറി. എവിടെയായിരുന്നു നീ? ചോദ്യഭാവത്തിൽ നഥാൻ ആൽവിനെ നോക്കി. കാതറിൻ തന്റെ മോതിര വിരളിൽ പിടിച്ചു. ഞാൻ എലീനയുടെ അടുത്തുണ്ടായിരുന്നു. നീ ഉറങ്ങല്ലേ, ലക്കി വന്നിട്ട് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ കാതറിൻ. നഥാൻ കാതറിന്റെ കൈ പിടിച്ച് റൂമിലേക്ക് പോയി. ലക്കി തിരിച്ചെത്തുമ്പോഴത്തേക്ക് ആൽവിൻ കുളിച്ച് ഡ്രസ്സ് മാറി ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു. ഓ, നീ ജീവനോടെ ഉണ്ടോ? ലക്കി ആൽവിനെ നോക്കി. ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നീ എത്തിയോ? നഥാനും കാതറിനും അവിടേക്ക് വന്നു. അവിടെ കരച്ചിലും പിഴിച്ചിലും നന്ദി പറച്ചിലും. എന്തായാലും എന്നെ അടിച്ച് ബോധം കെടുത്തിയവൻ അല്ല, കെടുത്തിയവൾക്ക് ഒട്ടും വിവരമില്ല. അല്ലെങ്കിൽ അവൾ എന്നെ ജാനറ്റിനെ കിടത്തിയ റൂമിൽ കൊണ്ട് ചെന്നിടുമോ? അവളോ? ആൽവിൻ ചോദിച്ചു. ആ, ലക്കിയെ അടിച്ചതൊരു പെണ്ണാണ്. അവൻ ഗാർഡനിൽ നിന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു പെണ്ണ് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ഇരുട്ടായതുകൊണ്ട് അവളെ മനസ്സിലായില്ല. പക്ഷേ അതൊരു പെണ്ണാണെന്ന് അവൻ പറയുന്നേ. ആ പെണ്ണിന് എലീനയുടെ ഹൈറ്റ്. ലക്കി ആൽവിനെ നോക്കി. എലീനയുടേതോ? അവളാവില്ല, ആൽവിൻ പറഞ്ഞു. ആണെന്ന് പറഞ്ഞില്ല, ഹൈറ്റ് അവളുടെ അതേ ഹൈറ്റ് വരുമെന്നേ പറഞ്ഞുള്ളൂ. ലക്കി ആൽവിനെ നോക്കി. നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? നഥാൻ ആൽവിനോട് ചോദിച്ചു. എലീനയുടെ ഒപ്പം. എലീനയുടെ ഒപ്പം എവിടെ ആയിരുന്നു? അവളുടെ ക്വാർട്ടേഴ്സിൽ. ഞങ്ങൾ സംസാരിച്ചിരിക്കുമായിരുന്നു. അതിനിടയിൽ പ്രഷർ ഷൂട്ടപ്പായി അവൾക്ക് വയ്യാതെയായി. ഡോക്ടറെ വിളിച്ചു. കുറച്ചുനേരം അവളുടെ കൂടെ ഇരുന്നു. ഇനി സംശയം ഉണ്ടെങ്കിൽ അവളുടെ ക്വാർട്ടേഴ്സിൽ പോയി നോക്കാം. ആൽവിൻ അവിടുന്ന് റൂമിലേക്ക് പോയി. അവൻ പറഞ്ഞത് ശരിയാകുമോ? ലക്കി നഥാനെ നോക്കി. എന്തായാലും എലീനയ്ക്ക് ഇതിൽ എന്തോ ബന്ധമുണ്ട് ലക്കി. നമുക്ക് കണ്ടെത്താം. ജാനറ്റിന് ആരെയും അറിയില്ലെന്നല്ലേ പറഞ്ഞേ? അവൾ നേരിട്ട് ഇടപെടാതെയുള്ള കളിയാകും. എന്തായാലും അവൾ ഇവിടെ വേണം. എൻ്റെ ചോര കുതിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നതിന് മുൻപേ എനിക്ക് അവരെ കണ്ടെത്തണം. ഹലോ. നഥാൻ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. ഓക്കെ, താങ്ക്സ്. അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ. നഥാൻ ആശ്വാസത്തോടെ സോഫയിലേക്ക് ചാരിയിരുന്നു. അപ്പോ നഥാൻ ഡാനിയൽ ഏത്തൻ എന്ന ഞാൻ കുറച്ച് ദിവസത്തിനകം എൻ്റെ ജന്മസ്ഥലത്തേക്ക് പോകുന്നു. കല്ലറയിൽ എന്നെ കാത്തു കിടക്കുന്ന എൻ്റെ പപ്പയും അമ്മയും കാണുന്നു. അവരുടെ മകനാണെന്ന് പറയുന്നു. എൻ്റെ ജന്മരഹസ്യം അറിയുന്നു. ഇരുണ്ട ഭൂമി കാണുന്നു. ഇസ്രായേലിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു വരുന്നു. പറയുന്ന പോലെ എളുപ്പമല്ല ഒന്നും. ആദ്യം ഞാനവിടെ പോകുന്നു എന്നതിനൊരു കള്ളം കണ്ടെത്തണം. ഒപ്പം കാദറിനെ സമ്മതിപ്പിക്കണം. അവൾ സമ്മതിക്കില്ല.
പക്ഷേ എനിക്ക് പോയല്ലേ പറ്റൂ. അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ലക്കി അടുത്ത് വന്നിരുന്നതൊന്നും നഥാൻ അറിഞ്ഞില്ല. കുറച്ചു നേരം ലക്കി നഥാനെ നോക്കിയിരുന്നു. ഇവനിനി കണ്ണു തുറന്നുറങ്ങുവാണോ? ലക്കി കുറച്ചു നേരം കൂടി നഥാനെ നോക്കിയിരുന്നു. ഡാ നഥ! ലക്കി നഥാനെ തട്ടി വിളിച്ചു. ആ. നഥാൻ ലക്കിയെ നോക്കി. നീ ഏത് ലോകത്താണ്? ഞാനിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. നീ എന്താ ഇത്ര നേരമായിട്ട് ആലോചിക്കുന്നത്? ലക്കി, വാ പുറത്തിറങ്ങാം. നഥാൻ എഴുന്നേറ്റു. പിന്നാലെ ലക്കിയും. എന്താടാ, എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇസ്രായേൽ പോകാനുള്ള പേപ്പേഴ്സ് റെഡിയായി. അഡ്വക്കേറ്റ് നരേന്ദ്രൻ വിളിച്ചിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് മറ്റന്നാളുമാണ്. ഇത്ര പെട്ടെന്നോ? അഡ്വക്കേറ്റും വിസ്ഡം ചാരിറ്റിയും ഇസ്രായേൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗം റെഡിയാക്കിയതാണ്. അത് അപകടമല്ലേ നഥ? നീ ഏതനാണെന്ന് ഇരുണ്ട ഭൂമിയിലുള്ളവരറിയില്ലേ? അങ്ങനെ അറിയുമെന്ന് വിസ്ഡം ചാരിറ്റിക്കും അഡ്വക്കേറ്റിനും അറിയാത്തതൊന്നും അല്ലല്ലോ. അവരത്രയും രഹസ്യമായാണ് അത് നടത്തിയത്. ഞാൻ പോകുന്നത് അക്കുവിൻ്റെ ഓഫീസിലെ ഒരു ജോബിൻ്റെ കാര്യവുമായാണ്. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ നീ എന്തു പറയും? കാതറിനോട് എന്തായാലും നിനക്ക് സത്യം പറയേണ്ടി വരും. ബട്ട് ആൽവിൻ, എലീന, ബാക്കിയുള്ളവർ? ഞാൻ റൂമിൽ പോകുന്നു. ഫാദർ ഗബ്രിയലിനെ കാണുന്നു. അത്ര പറഞ്ഞാൽ മതി. ഫാദറിന് എന്തെങ്കിലും വയ്യായികയുണ്ട്, എന്നെ കാണണമെന്ന് പറഞ്ഞു. കാതറിൻ? പറഞ്ഞാൽ മനസ്സിലാകുമോ അവൾക്ക്? ഞാൻ പോയി വരുന്നതുവരെ നീ ഇവിടുന്ന് എങ്ങോട്ടും പോകരുത്. അവൾക്ക് നേരെ ഉണ്ടായതെല്ലാം നീ കണ്ടതാണല്ലോ. അറിയാം നഥ, നീ പറഞ്ഞില്ലെങ്കിലും അവളെ ഞാൻ നോക്കും. നീ പോയി ബാക്കി കാര്യങ്ങൾ കൂടി അറിഞ്ഞുവാ. നീ ഇവിടുന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുത്തോളാം. ലക്കി നഥാനെ നോക്കി. ഞാൻ കാതറിൻ്റെ അടുത്തേക്കൊന്ന് പോകട്ടെ. നഥാൻ ബംഗ്ലാവിലേക്ക് നടന്നു. നഥാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാതറിൻ തൻ്റെ പെയിൻറ്റും ബ്രഷുമെല്ലാം അടുക്കി വെക്കുകയായിരുന്നു. ഏതോ ചിത്രത്തിൻ്റെ അവസാന പണികൾ കഴിഞ്ഞെന്ന് നഥാന് മനസ്സിലായി. അവൻ വന്നത് കാതറിൻ അറിഞ്ഞിരുന്നില്ല. നഥാൻ ക്യാൻവാസിലേക്ക് നോക്കി. ഒരാൾ 2 കല്ലറയുടെ മുന്നിൽ നിൽക്കുന്നതായിരുന്നു കാതറിൻ വരച്ച ചിത്രം. കാതറിൻ? അവൾ തിരിഞ്ഞു നോക്കി. അവൻ ക്യാൻവാസിൽ ചിത്രം ചൂണ്ടിക്കാണിച്ചു. ഇത് ഞാനല്ലേ? അവൾ മൂളി. ഞാൻ പോകട്ടെ ഇവരെ കാണാൻ? നീ ഒറ്റയ്ക്ക് നിൽക്കുവോ ഇവിടെ? അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. നഥാൻ കാതറിനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നായിരുന്നു എൻ്റെ ചിന്ത. നീ എൻ്റെ മനസ്സ് വായിച്ചു കാതറിൻ. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് പോകണം. കാതറിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നഥാൻ അവളുടെ മുഖം കയ്യിലെടുത്തു. കരയരുത്. ഞാൻ പോയി വേഗം വരും. വേഗം തന്നെ വരും. അവിടെ വേറൊന്നും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഏതെൻ്റെ ചരിത്രമോ കുടുംബ പാരമ്പര്യമോ ഒന്നും എനിക്ക് നിന്നേക്കാൾ വലുതല്ല. അത് കേട്ടപ്പോൾ കാതറിൻ പുഞ്ചിരിച്ചു. ഡ്രസ്സെല്ലാം എടുത്തു വെക്കണ്ടേ? അവൾ ചോദിച്ചു. എടുത്തു വെക്കണം. നഥാൻ അവളെ നോക്കി. നാളെ ആകട്ടെ. ദേഷ്യമുണ്ടോ എന്നോട്? ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോവുമല്ലേ? അവൾ ഇല്ലെന്ന് തലയാട്ടി. പോകുന്നത് എല്ലാം അറിയാനല്ലേ, പിന്നെന്തിനാ എനിക്ക് ദേഷ്യം? എന്നാൽ നീ നിന്റെ പണിയായുധങ്ങൾ എടുത്തു വയ്ക്ക്. ഞാൻ പുറത്തുണ്ടാകും. നഥാൻ റൂമിൽ നിന്ന് പോയപ്പോൾ കാതറിൻ ബെഡിലിരുന്ന് നഥാൻ പോയ വഴിയെ നോക്കി. നീ എല്ലാം അറിഞ്ഞു വരണം നഥാൻ. നീ തിരികെ വരുമ്പോഴേക്കും എനിക്കിവിടെ കുറച്ച് പണികളുണ്ട്. കാതറിൻ ഒന്ന് പുഞ്ചിരിച്ചു. എലീന? ആൽവിൻ എലീനയുടെ റൂമിലേക്ക് ചെന്നു. എലീന പുതച്ചു മൂടി കിടക്കുകയായിരുന്നു. എന്താ എലീന? ആൽവിൻ ചോദിച്ചു. എനിക്ക് തണുക്കുന്നു ആൽവിൻ. അല്ല, ചൂടെടുക്കുന്നു, എലീന പറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു. പനിയൊന്നുമില്ലല്ലോ, ചൂടുമില്ല, പിന്നെന്താ? അല്ല ആൽവിൻ, എനിക്ക് തണുക്കുന്നുണ്ട്. മേലാകെ പൊള്ളുന്നത് പോലുണ്ട്. പ്രാർത്ഥന മുടങ്ങിയ ശിക്ഷയാ, എനിക്കറിയാം. എന്നെ ശിക്ഷിക്കുന്നതാ. ഇല്ല എലീന, തനിക്കൊരു പ്രശ്നവുമില്ല. ഉണ്ട്, എൻ്റെ മേലാകെ പൊള്ളിപ്പോകുന്നു. എന്നിട്ടാണോ നീ പുതച്ച് കിടക്കുന്നത്? ആൽവിൻ എലീനയുടെ മേലെ നിന്ന് പുതപ്പ് മാറ്റി. എനിക്ക് തണുക്കുന്നു ആൽവിൻ. അവൾ പുതപ്പെടുത്ത് പുതച്ചു. ശരി, നിനക്ക് തണുക്കുന്നു, ചൂടെടുക്കുന്നു. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. അവൾ എന്തെന്ന അർത്ഥത്തിൽ ആൽവിനെ നോക്കി. എൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നു. ഏതാഗ്രഹം? കാതറിൻ എന്ന ആഗ്രഹം. എങ്ങനെ? നഥാൻ മറ്റന്നാൾ കാലത്ത് റോം പോവുക.
ആൽവിൻ സന്തോഷത്തോടെ പറഞ്ഞു. റോമിലേക്കോ? എന്തിനാ? അവനെ വളർത്തിയ ഫാദർ ഗബ്രിയേൽ തട്ടിപ്പോകാറായി. അയാൾക്ക് വയ്യ. സോ നഥാനെ കാണണമെന്ന് അയാൾക്ക് വാശി. അപ്പോൾ അവൻ പോകും. പോയാൽ പിന്നെ പെട്ടെന്നൊന്നും വരവുണ്ടാകില്ല. നഥാൻ പോയാലും ലക്കിയില്ലേ ഇവിടെ? അതൊരു സീനേ അല്ല എനിക്ക്. ലക്കിയെ മാറ്റാനാണോ വിഷമം? നഥാനേക്കാൾ കൂർമ്മബുദ്ധിയാണ് ലക്കിക്ക്. അതല്ലേ അവൻ ജാനറ്റിനെ രക്ഷിച്ചത്. എലീന പുതപ്പുകൊണ്ട് ഒന്നുകൂടി മൂടി. അത് ലക്കിയുടെ ബുദ്ധിയല്ല. അവനെയും അവളെയും ഒരു റൂമിൽ അടച്ച അവൾക്ക് തലച്ചോറില്ലാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ബോധമുള്ള ആരെങ്കിലും അങ്ങനൊരു മണ്ടത്തരം ചെയ്യുവോ? ആൽവിൻ പരിഹസിച്ചു. എലീന അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. താനാണ് അവരെ അടച്ചിട്ടതെന്ന് ആൽവിൻ അറിഞ്ഞാൽ തന്നെ പരിഹസിക്കുമെന്ന് അവൾക്ക് തോന്നി. നീ കാതറിനെ എന്തു ചെയ്യാൻ പോവാ? കാതറിനെയോ? എന്തായാലും നഥാൻ അവളെ കെട്ടിയിട്ടില്ല. ഒരു മിന്നെടുത്ത് അവളെ കെട്ടി കൂടെ പുറപ്പിച്ചാലോ എന്നൊരാലോചന. എന്തേ? നഥാൻ കെട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. എലീന അവന്റെ മുഖത്തേക്ക് നോക്കി. അതിന്? എലീന, നിന്നെ തൊടുന്ന ആദ്യത്തെ ആളല്ല ഞാനെന്ന് എനിക്കറിയാം. സോ അതിലൊന്നും കാര്യമില്ല. കാതറിൻ സമ്മതിക്കുമോ? അത് നീ അറിയണ്ട. കാതറിനെ സമ്മതിപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. കാരണം കാതറിൻ ഞാൻ ആദ്യമായി കാണുന്ന പെണ്ണല്ല. നാളെ ഈവനിങ് നഥാൻ ഈ ബംഗ്ലാവിൽ നിന്ന് പോകും. 1 മാസമെങ്കിലും എടുക്കും അവൻ തിരികെ വരാൻ. അപ്പോ നീയെല്ലാം ഉറപ്പിച്ചു? എലീന ആൽവിനെ നോക്കി. യെസ് ഡിയർ, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം കേട്ടല്ലോ. അതൊക്കെ ഞാൻ ചെയ്യാൻ. പക്ഷേ ആ മോതിരം? എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം നീ പറഞ്ഞ ആ മോതിരം നിന്റെ കയ്യിലെത്തും. ഇത് ആൽവിന്റെ ഉറപ്പ്. ആൽവിൻ ചിരിച്ചു. നാളെ മുതൽ ഒറ്റയ്ക്കാണ്. എവിടെയും ഒറ്റയ്ക്ക് പോകരുത്. ലക്കിയോടോ ആൽവിനോടോ പറയണം കേട്ടല്ലോ. നെഞ്ചിൽ കിടക്കുന്ന കാതറിനോട് നഥാൻ പറഞ്ഞു. ഞാൻ പോയി വേഗം വരാം. അവിടെ പോകുക, കാര്യങ്ങൾ അറിയുക, പപ്പയുടെയും മമ്മിയുടെയും കല്ലറയിൽ പോയി ഞാൻ വന്നെന്ന് പറയുക, എന്നിട്ട് തിരിച്ചിങ്ങോട്ട്. പിന്നെ ഞാൻ ഇസ്രായേൽ പോകുക നിന്നെയും കൊണ്ടാകും. കൂടെ നമുക്ക് ഒരാളുകൂടെ വേണ്ടേ? അവൾ ആരെ നാങ്ങ്യം കാണിച്ചു. ഒരു ജൂനിയർ ഏത്തൻ ഒന്നുണ്ട്. എന്തായാലും ആ ആള് വിശുദ്ധനാകില്ലല്ലോ. നീ ജൂതയല്ലല്ലോ. അത് കേട്ടപ്പോൾ കാതറിൻ ചിരിച്ചു. എനിക്ക് നിന്നെ മിസ് ചെയ്യും. നഥാൻ കാതറിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. എന്നും വീഡിയോ കോൾ ചെയ്യാട്ടോ ഞാൻ. അല്ലാതെ നമ്മൾ എങ്ങനെയാ സംസാരിക്കുക? അവൾ എല്ലാം മൂളിക്കേട്ടു. പിറ്റേന്ന് ലക്കി നഥാന്റെ ബാഗ് എടുത്ത് കാറിൽ വെച്ചു. എല്ലാവരും നഥാനെ യാത്രയാക്കുവാൻ വന്നിരുന്നു. നീ ഇന്ന് സ്റ്റേ എവിടെയാ? ആൽവിൻ ചോദിച്ചു. ലക്കിയുടെ വീട്ടിൽ. അവിടെ നിന്ന് അടുത്തല്ലേ എയർപോർട്ട്? ഓ ഓക്കെ. എന്നാൽ നീ വൈകണ്ട. ഇനി രാത്രിയായ കാറ്റോ മഴയോ വന്നാൽ പെട്ടുപോകും, ലക്കി പറഞ്ഞു. അപ്പോൾ ഓക്കേടാ. നഥാൻ ലക്കിക്കും ആൽവിനും കൈ കൊടുത്ത് കാതറിൻ്റെ അടുത്തെത്തി. പോയി വേഗം വരാമേ, അവൻ അവളുടെ കവളിൽ തട്ടിപ്പറഞ്ഞു. കാതറിൻ അവനെ നോക്കി ചിരിച്ചു. നഥാൻ കാറിൽ കയറി എല്ലാവരെയും നോക്കി കൈ കാണിച്ചു. ഗേറ്റ് കടന്നു പോകുന്ന നഥാന്റെ കാർ നോക്കി കാതറിനും ലക്കിയും ഭയത്തോടെയും ആൽവിൻ സന്തോഷത്തോടെയും നിന്നു. മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നഥാൻ അഡ്വക്കേറ്റ് നരേന്ദ്രൻ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് കാർ തിരിച്ചു. കീ ഇതാ, ആ കാർ ഉപയോഗിച്ചാൽ മതി ഇനി എയർപോർട്ട് വരെ, അഡ്വക്കേറ്റ് പറഞ്ഞു. നഥാൻ ഡിക്കി തുറന്ന് ബാഗ് എടുത്ത് വേറെ കാറിൽ വെച്ചു. പേപ്പേഴ്സ്, സാറിൻ്റെ പാസ്പോർട്ട് എല്ലാം അതിലുണ്ട്. പാസ്പോർട്ട്? അതിലേത്തൻ? പേപ്പേഴ്സ് എല്ലാം കാറിലുണ്ട് നഥാൻ സാർ. പ്ലീസ് അധികം സംസാരിക്കണ്ട. ഓക്കെ. നഥാൻ ആ കാറിൽ കയറി. കുറച്ച് മുന്നോട്ട് പോയ ശേഷം നഥാൻ കാർ നിർത്തി കാറിലിരുന്നിരുന്ന കവർ തുറന്ന് തൻ്റെ പാസ്പോർട്ട് എടുത്തു. നഥാൻ ഡാനിയൽ. നഥാൻ ബാക്കി പേപ്പേഴ്സ് എല്ലാം നോക്കി. ഇസ്രായേൽ ഗവൺമെന്റിന്റെ സീല് വരെയുള്ള പേപ്പറിൽ നഥാൻ ഡാനിയൽ എന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ പോസിബിളാകും? നഥാൻ ഒരു എത്തും പിടിയും കിട്ടിയില്ല. എന്തായാലും പോവുക തന്നെ. നഥാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നഥാൻ ലക്കിയുടെ വീട്ടിലെത്തി. ആ, മോൻ എത്തിയോ? ലക്കി വിളിച്ചിരുന്നു, ലക്കിയുടെ അച്ഛൻ പറഞ്ഞു. കാതറിൻ റൂമിന്റെ വാതിൽ അടച്ച് കുറ്റിയിട്ട് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു വന്ന് നിലത്തിരുന്നു. തന്റെ വിരളിലെ മോതിരമൂരി നിലത്ത് വെച്ചു. അവൾ മോതിരത്തിൽ തൊട്ട് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. റൂമിലാകെ വെളിച്ചം നിറഞ്ഞു. പപ്പാ, നഥാൻ ഇസ്രായേലിലേക്ക് തിരിച്ചു. നഥാനെ കാത്തിരിക്കുന്നത് ഏഥൻ കുടുംബം മാത്രമല്ല, ഇരുണ്ട ഭൂമി കൂടിയാണ്. നഥാനാണ് ഏഥൻ എന്നറിയുന്ന നിമിഷം നഥാന്റെ ജീവൻ ആപത്ത് സംഭവിക്കും.
അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. പക്ഷേ ഞാൻ ഇവിടെയല്ലേ പപ്പ. നഥാൻ പോയി വരുന്നതുവരെ പപ്പ നഥാന് കൂട്ടുണ്ടായിരിക്കുക. പപ്പ പപ്പ. കേറ്റ്, നീ നിയമം ലംഘിച്ചു. അതിനുള്ള ശിക്ഷ നിനക്ക് ലഭിച്ചേ തീരൂ. ഈ മോതിരത്തിൻ്റെ ശക്തി നീ നിനക്കായി ഉപയോഗിച്ചു. ഇല്ല പപ്പ, നഥാനു വേണ്ടി, സാത്താൻ്റെ പ്രാർത്ഥന മുടക്കുവാൻ വേണ്ടിയാണ് ഞാൻ. ഇല്ല ഗേറ്റ്, നഥാനു വേണ്ടി നീ തെറ്റിച്ച വഴികളെല്ലാം ഞാൻ പുറത്തു. വിശുദ്ധമായ ഈ മോതിരം കയ്യിലിരിക്കെ നീ അനാവശ്യമായാണ് ആ മുറിവ് ഏറ്റുവാങ്ങിയത്. ആ മുറിവ് മാറ്റാൻ ഈ വിശുദ്ധ മോതിരം ഉപയോഗിച്ചു. അതിന് നിനക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. പപ്പ, ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. നിനക്കുള്ള ശിക്ഷ, നഥാൻ നിന്റെ യജമാനൻ മാത്രമാണെന്നറിഞ്ഞിട്ടും നീ നിയമങ്ങൾക്കെതിരെ നടന്നു. നഥാന്റെ അവസാന ശത്രുവിനെയും ഇല്ലാതെയാക്കി നീ നഥാന്റെ അടുത്ത് നിന്ന് തിരിച്ചു വരണം. അതോടെ മുറിയിൽ തങ്ങി നിന്ന വെളിച്ചം കെട്ടുപോയി. പപ്പാ, പപ്പാ. നിറഞ്ഞ കണ്ണുകളോടെ കാതറിൻ മോതിരമെടുത്തു പിടിച്ചു. കാതറിൻ ബെഡിൽ കിടന്നു. ഇല്ല പപ്പ, എനിക്ക് നഥാനെ വിട്ടുവരാൻ കഴിയില്ല. കാതറിൻ ചുമരിൽ കിടക്കുന്ന കലണ്ടറിലേക്ക് നോക്കി പതിയെ ഉറങ്ങിപ്പോയി. നീ എത്തിയോ നഥാ? ലക്കി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. എത്തി, ഫ്രഷായി, ഫുഡ് കഴിച്ചു. കാതറിനോ? ഉറങ്ങിയെന്ന് തോന്നുന്നു. റൂമിൽ വെളിച്ചമൊന്നുമില്ല. എന്നാ ഉറങ്ങിക്കോട്ടെ. ഞാൻ നാളെ വീഡിയോ കോൾ ചെയ്യാം. നീ ലാപ്ടോപ്പ് ഒന്ന് സെറ്റാക്കി കൊടുക്കവക്ക്. ഓക്കേടാ, എന്നാ ശരി, ഞാൻ കിടക്കട്ടെ. നാളെ മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. ഞാൻ വിളിക്കാം. ഓക്കെ നഥാ, ഗുഡ് നൈറ്റ്. ലക്കി ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് കാലത്ത് പോകാനായി നഥാൻ തയ്യാറായി വന്നപ്പോൾ ലക്കിയുടെ അമ്മ അമ്പലത്തിൽ നിന്നെത്തിയിരുന്നു. മോൻ ഇറങ്ങാറായോ? ആമേ. ലക്കിയുടെ അമ്മ കുറിയെടുത്ത് നഥാന്റെ നെറ്റിയിൽ വരച്ചു കൊടുത്തു. എനിക്കറിയാം മോൻ ക്രിസ്ത്യനാണെന്ന്. പക്ഷേ ലക്കി പറഞ്ഞിരുന്നു മോൻ പോകുന്നത് വലിയ എന്തോ കാര്യത്തിനാണെന്ന്. അത് നടക്കട്ടെ. എന്നാൽ ഞാൻ ഇറങ്ങുക. നഥാൻ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. എയർപോർട്ടിലെത്തി നഥാൻ ലക്കിയുടെ ഫോണിലേക്ക് വിളിച്ചു. ലക്കി, ഞാൻ എയർപോർട്ടിലെത്തി. ഞാൻ വീഡിയോ കോൾ ചെയ്യാം. നഥാൻ വീഡിയോ കോൾ ചെയ്തു. കാതറിൻ, ദേ നഥാൻ വീഡിയോ കോളിൽ, വേഗം വാ. ലക്കി വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ ഓടി വന്നു. ഹായ് കാതറിൻ, ഞാൻ എയർപോർട്ടിലെത്തി. കാതറിനെ കണ്ടപ്പോൾ നഥാൻ പറഞ്ഞു. അവൾ തലയാട്ടി. അന്നേരമാണ് അനൗൺസ്മെന്റ് കേട്ടത്. അനൗൺസ്മെന്റ് വന്നു, ഞാൻ നിന്നെ വിളിക്കാം, ബൈ. നഥാൻ പറഞ്ഞു. കോൾ കട്ടായപ്പോൾ കാതറിൻ ലക്കിയെ നോക്കി. അവൻ അവിടെ എത്തിയിട്ട് വിളിക്കും, അക്കുവിൻ്റെ ഫോണിൽ നിന്ന്. പേടിക്കണ്ട കേട്ടോ, ലക്കി പറഞ്ഞു. അന്നേരമാണ് ആൽവിൻ അവിടേക്ക് വന്നത്. നീ എവിടേക്കാ? ലക്കി ചോദിച്ചു. ആ എലീനയ്ക്ക് വയ്യ, അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. കൂടെ വരുമോയെന്ന് ചോദിച്ചു. പോയിട്ട് വാ, ലക്കി പറഞ്ഞു. ആൽവിൻ പോയപ്പോൾ ലക്കി സോഫയിലേക്കിരുന്നു. കാതറിൻ തന്റെ മോതിരം കയ്യിൽ നിന്നുമൂരി. ലക്കി, അവൾ വിളിച്ചു.